യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞങ്ങൾ ഇവിടെ ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ കാത്തിരുന്ന ഒരു ട്രിപ്പ് ഇയാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഇത്തവണ ഞങ്ങൾ മലേഷ്യയിലേക്കാണ് കേട്ടോ പോണത്. മലേഷ്യ മാത്രമല്ല, ലങ്കാവിയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ് ഉള്ളത്. 10:40 നമുക്ക് ഫ്ലൈറ്റ്. കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് 5 മണിയായി. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 4 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചതാ. പക്ഷെ റെഡി ആയി വന്നിരിക്കും 5 മണിയായി. അപ്പോൾ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മഴയൊന്നുമില്ല, മഴക്കാലമാണ്. ഇപ്പോൾ മഴയൊന്നുമില്ല. 5 days ആയിട്ടോ നമ്മുടെ ട്രിപ്പ് ഉള്ളത്. 3 days മലേഷ്യയിലും ഒരു 2 days ലങ്കാവിയിലുമാണ് നമ്മുടെ ട്രിപ്പ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ട്രിപ്പിന്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ട്രിപ്പിലെങ്കിൽ എനിക്ക് സംസാരിച്ചുകൊണ്ട് വ്ളോഗ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആസ് യൂഷ്വൽ എനിക്ക് ഇത്തവണയും സംസാരിക്കാൻ പറ്റിയില്ല. ഇനി ഇതെല്ലാം ഞാൻ വോയിസ് ഓവർ ചെയ്യണം ഗൈസ്. സമയം 3 മണി. 4 മണിക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങാം. ചിക്കു ഇപ്പോഴും പാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് മിനിറ്റിലാണ് ചിക്കു ഡ്രസ്സ് മേടിക്കലും പാക്ക് ചെയ്യലും. ആൾക്ക് മൊത്തം ഒരു ഓട്ടായിരിക്കും. എന്റെ കാര്യം തന്നെ കഴിഞ്ഞു കേട്ടോ. അത് കണ്ട ബാക്കിൽ എന്നെ പെട്ടിരിക്കുന്നുണ്ട്. അത് കുറെ ദിവസം മുമ്പ് തന്നെ കഴിഞ്ഞു. അങ്ങനെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും 5 മണി ആയിട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ഇരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ടൈമുണ്ട്. ഇപ്പോൾ 9 മണിയായിട്ടുള്ളൂ. 10 മണി വരെ ടൈമുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. നല്ല വിശപ്പിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഞങ്ങൾ ബർഗർ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ബർഗർ ആയിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഞാൻ തന്നെയാണ് കേട്ടോ വിൻഡോ സീറ്റിൽ ഇരിക്കണേ. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു ലങ്കാവിയിൽ പോകുമ്പോൾ ചിക്കുവിന് ഞാൻ വിൻഡോ സീറ്റ് കൊടുക്കാന്നുള്ളത്. പുലർച്ചെ 5 മണി 5:30 ആയപ്പോഴേക്കും നമ്മൾ മലേഷ്യ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 9 മണിക്കാണ് നമ്മുടെ ഗൈഡ് നമ്മളെ കൊണ്ടുവരാൻ വരിക. അപ്പോഴേക്കും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിരിക്കണം. പിന്നെ നമുക്ക് അവിടുന്ന് ഒരു സിമ്മും എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടുന്ന് ഒരു സിം എടുത്തിട്ടുണ്ടായിരുന്നു. ഹോട്ട് ലിങ്കിൻ്റെ സിമ്മായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും ഡ്രൈവർ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഡ്രൈവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മലേഷ്യയിൽ എത്തിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് പുത്രജയ സിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ നമുക്ക് പുത്രജയ സിറ്റി ടൂർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ പുത്രജയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് പുത്രജയ ലേക്ക്, പുത്രജയ മോസ്ക്, കിങ് പാലസ്, പ്രൈം മിനിസ്റ്റർ ഓഫീസ്, ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ലേക്കാണ് കേട്ടോ പുത്രജയ ലേക്ക്. ഇവിടെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അധികം നേരം ഒന്നും അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അധികം നേരം ലേക്ക് കാണാനൊന്നും നിന്നില്ല. വേഗം നമ്മൾ പുത്രജയ മോസ്ക് കാണാൻ പോയിട്ടാ. ഈ കാണുന്നതാണ് പുത്രജയ മോസ്ക്. ഇനി നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. മൊത്തത്തിലൊരു പിങ്ക് ഷെയ്ഡായ കാരണം പുത്രജയ മോസ്കിനെ പിങ്ക് മോസ്ക് എന്നും പറയാറുണ്ട് കേട്ടോ. ഇവിടെ സ്ലീവ്ലെസ് ഡ്രസ്സും അതേപോലെ ഷോർട്ട് ഡ്രസ്സൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഒരു റെഡ് കളറിലുള്ള ഒരു ഫുൾ സ്ലീവ് അതേപോലെ ഹെഡൊക്കെ കവർ ചെയ്യണ പോലത്തെ ഒരു ഡ്രസ്സ് തരും കേട്ടോ. അപ്പോൾ അത് വേറെ ചെയ്തിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ വേണ്ടിയിട്ട്.
മോസ്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് പ്രൈം മിനിസ്റ്റർ ഓഫീസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം അവിടെ അടുത്തടുത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് കുറേ നേരം കണ്ടു നിൽക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും വെയിലാണ് കേട്ടോ. നമുക്കൊന്ന് കണ്ണ് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റില്ല, അത്രയ്ക്കും നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുത്രജ സിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. പോണ വഴിയുള്ള റോഡുകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മരങ്ങളും പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള KL ടവറിന്റെ താഴെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് മുമ്പ് താഴെ കുറച്ച് ഷോപ്പിംഗ് പോലെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ KL ടവറിന്റെ അകത്ത് കയറിട്ടോ. ഏകദേശം 421 മീറ്റർ ആണ് ഈ ഒരു KL ടവറിന്റെ ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കോലാലംപൂരിന്റെ ഒരു 360 ഡിഗ്രി വ്യൂ തന്നെ കിട്ടും കേട്ടോ. താഴെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, അത്ര തന്നെയാണ് കേട്ടോ താഴെ കാണാനുള്ളൂ. കുറച്ച് നേരം KL ടവറിന്റെ താഴെയൊക്കെ ചുറ്റിക്കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിപ്പോൾ KL ടവറിന്റെ മുകളിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ സ്കൈ ഡെക്ക്, ഒബ്സർവേഷൻ ഡെക്ക്, ഗ്ലാസ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതാ ഇഷ്ടമെങ്കിൽ അതിന്റെ ടിക്കറ്റ് നമുക്ക് എടുക്കാം. ഞങ്ങൾ സ്കൈ ഡെക്ക് ആയിരുന്നു കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ മുകളിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ KL ടവറിന് കിട്ടിയിട്ടുള്ള റെക്കഗ്നീഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം KL ടവറിന്റെ മുകളിലൊക്കെ പോയി വ്യൂ ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ചിക്കൻ നൂഡിൽസും ചിക്കും മലായി ടിക്കയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നു. നമ്മളിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിതാ ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മലേഷ്യയിലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. രാവിലെ കണ്ട പോലെയല്ല, ഫുള്ള് ലൈറ്റ്സും തിരക്കൊക്കെ ആയിട്ട് നല്ല വൈബായി വന്നിട്ടുണ്ട് നൈറ്റ് ആയപ്പോഴേക്കും. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് സലോമ ബ്രിഡ്ജ് കാണാനാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല തിരക്കായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പെട്രോനാസ് ട്വിൻ ടവറിന്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് രാത്രിയാണ് കേട്ടോ ഈ ട്വിൻ ടവർ കാണാൻ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 84 നിലകളാണ് കേട്ടോ ഈ ഒരു ട്വിൻ ടവറിലുള്ളത്. ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ട്വിൻ ടവറും ഇതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ജലനല്ലൂർ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒത്തിരി ഫുഡ് ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഫ്രഷ് ആൻഡ് ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ കരിക്കാണ് കേട്ടോ. ഭയങ്കര വലിയ കരിക്കാണ്, പിന്നെ നല്ല മധുരമുണ്ട്. ഒരു കരിക്ക് കുടിച്ചു വരുമ്പോഴേക്കും നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ഫുള്ളാവും കേട്ടോ.
അതിനുശേഷം പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു കേട്ടോ. അവക്കാഡോ, ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോ ഇതായിരുന്നു കേട്ടോ ഇതിലുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്രിൽഡ് ഒക്ടോപ്പസും അതേപോലെ ഹണി ബീഫോ അങ്ങനെ എന്തൊരു ബീഫോ ആയിരുന്നു കേട്ടോ. രണ്ടും കുഴപ്പമുണ്ടായിരുന്നില്ല, അതായത് വേവ് കുറച്ച് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര റബ്ബറി ഫീലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹണി ചിക്കൻ ആയിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കേട്ടോ റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതെല്ലാം നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് 7-Elevenലേക്കാണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് 7-Eleven വരണത്. പിന്നെ അവിടെ കയറി കുറച്ച് പർച്ചേസൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി. ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ വരുന്നത്. 7-Elevenൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു നമ്മുടെ ഹോട്ടൽ വരുന്നുണ്ടായിരുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ മലേഷ്യൻ Day 1 വിശേഷങ്ങൾ. ഇനി Day 2 വ്ലോഗായിട്ട് വരാം. അതുവരെ ബൈ.